ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഇസ്രയേൽ ചെയ്യുന്ന ഈ കൊടും ക്രൂരത കാണുമ്പോഴേ നമുക്ക് അത് ശരിയല്ല എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ. പക്ഷേ അവരുടെ അതേ മനോഭാവമുള്ള ആളുകൾ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിലും ഉണ്ട് എന്നത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം. അതായത് ഇപ്പോൾ ഡോക്ടർ എം ലീലാവതി അവർ 90 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ പിന്നെ ഒരൊറ്റ അവിടെ അവരുടെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷന് വന്ന സമയത്ത് അവരോട് പറഞ്ഞൊരു വാക്കാണെന്ത്, പിന്നെ ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന ആ ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് എൻ്റെ ചോറ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുക, ഈ ഒരൊറ്റ വരി ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ കേട്ട വ്യക്തി അത് സമൂഹത്തിൽ മാധ്യമങ്ങളോട് അറിയിച്ചു, ഇങ്ങനെ എന്നോട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വാർത്തയായി. അതോടുകൂടി ആ അത്രയും പ്രായമുള്ള ലീലാവതി ടീച്ചറെ എത്ര മോശമായ രീതിയിലാണ് ഇവിടെ ബുള്ളിങ് നടത്തിയതെന്ന് ആലോചിച്ചു. ഇപ്പോഴും നിർത്തിയിട്ടില്ല അത്. അതായത് അപ്പോൾ അവരിന് മറുപടി പറഞ്ഞു, കുട്ടികൾ, ഞാനൊരു അമ്മയുടെ കണ്ണിലൂടെയാണ് ഈ കുട്ടികളെ നോക്കിക്കാണുന്നത്, നിങ്ങളാ കാണുന്ന പോലെയല്ല. അത് പറഞ്ഞിട്ട് പോലും ഈ ബുള്ളിങ് നിർത്താൻ കഴിയണില്ലെങ്കിൽ നമ്മുടെ മലയാളികൾ എത്ര അധപതിച്ചു പോയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊരു ഗുരുതരമായ വിഷയമാണ്. നമ്മളെ നാട്ടിൽ പോലും ഇത്തരം വിഷമുള്ള ആളുകൾ ഉണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പിന്നെ ഇസ്രായേലിൻ്റെ ഈ നരനായാട്ടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കണം, നമ്മുടെ മനസ്സാക്ഷി എന്ത് പറയുന്നു. അവിടെ ഈ സാംസ്കാരിക കേരളത്തെക്കുറിച്ച് ഒന്നുകൂടെ പറയണം. ഇവിടെ ഈ 80 കഴിഞ്ഞ ടി പത്മനാഭനും ലീലാവതി ടീച്ചറൊക്കെയാണ് എന്ത് ചെയ്തത്, ഇത്ര ശക്തമായി മനസ്സിനെ തൊടുന്ന രൂപത്തിൽ പ്രതികരിച്ചത്. ഇവിടുത്തെ യുവ എഴുത്തുകാരെവിടെ? ഇവരെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടത്, ഈ ആശയത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടത്, കൂടുതൽ ശക്തമായിട്ട് സംസാരിക്കേണ്ടത് യുവാക്കളാണ്, അല്ലെങ്കിൽ അത്തരം എഴുത്തുകാരാണ്. ആ സമൂഹം ഉറങ്ങിപ്പോയോ അല്ലെങ്കിൽ ഷണ്ഡീകരിക്കപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ മുൻപിൽ ഉണ്ട്. അത് വളരെ ഭീരുക്കളുടെ ഒരു യുവസമൂഹമാണോ എന്നുള്ളത്. കാരണം സൈബർ ബുള്ളിയിങ്ങിനെ അത്രമേൽ ഇവരൊക്കെ ഭയപ്പെടുന്നുണ്ട്. തനിക്കത് പേടിയില്ല എന്ന് തന്നെയാണ് ടി പത്മനാഭൻ പറഞ്ഞത്. ആ ധൈര്യമുള്ള ഒരു തലമുറ ഇവിടെ ഇല്ലാതെയാവുകയാണെങ്കിൽ ഈ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ തീയിടുന്നതായിരിക്കും കൂടുതൽ നല്ലത്.